നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 19ാമത്തെ ദിവസം രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ദേവദാസനുള്ള നന്ദിയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ആ വേദഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 29, 30, 31 ഒന്ന് വായിക്കാമോ? അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഭാഗവുമായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന പല ചിന്തകളും ഓൾറെഡി ഇവിടെ നമ്മൾ കേട്ടതുകൊണ്ട് ദൈവമേ എന്താ ഇനി ഞാൻ ഇതിൽ നിന്ന് എനിക്കൊരു ദൂത് നൽകുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിൻ്റെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. ഇന്ന് പ്രഭാതത്തിലാണ് ശരിക്കും എനിക്കൊരു ഒരു പാസേജ് തന്നത് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ്. ആമേൻ. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക, ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 3 വാക്യങ്ങളെയും ഒന്ന് ഷോർട്ടായിട്ട് എടുത്താൽ അതിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ലഭിക്കും. ഒന്ന്, നമ്മുടെ ക്ഷീണത്തെ മാറ്റുക. 2, നമ്മുടെ ശക്തിയെ പുതുക്കുക. ഈ 2 വാക്കുകൾ നമുക്ക് ആ 3 വാക്യത്തിൽ നിന്ന് ലഭിക്കും. അതിൽ നിന്നുകൊണ്ട് തന്നെ ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ക്ഷീണത്തെ മാറ്റുക. 2, ശക്തിയെ പുതുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് മുൻപായിട്ട് അതേ വാക്യത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ നിത്യ ദൈവമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിക്കുന്ന ആ യഹോവ നിത്യ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആരാകുന്നു എന്നുള്ളതിന് യെശയ്യാപ്രവാചകൻ തന്നെ ഒരു മറുപടി തരുന്നുണ്ട്. അതിനുശേഷം അതിനെ പൂർത്തീകരിക്കുന്നത് മത്തായിലാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യെശയ്യാപ്രവാചകൻ പറഞ്ഞത്? ആ യഹോവയായ ദൈവം ആരാകുന്നു? ആമേൻ. ഒന്ന് വായിക്കാമോ? യെശയ്യാപ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ആമേൻ. 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരന. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. അവൻ വീരനാം ദൈവം, അവൻ വീരനാം ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ നിത്യപിതാവ്. ആമേൻ. അവൻ സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. അങ്ങനെ ഈ യഹോവയാകുന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് അവതരിക്കുകയാണ് ഇപ്പോൾ. ആമേൻ. അവൻ ഒരു ശിശുവായിട്ട് ജനിക്കുകയാണ്. അവനെക്കുറിച്ച് പറയുകയാണ്, അവൻ വീരനാം ദൈവമാകുന്നു, അവൻ നിത്യപിതാവാകുന്നു. നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം മുതൽ, പ്രധാനമായിട്ടും അതിൻ്റെ 35-ാമത്തെ വാക്യം. 32 വായിക്കാം ആദ്യമേ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. ആമേൻ. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം ആമേൻ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. എന്നേക്കും രാജാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്.
വായിച്ചോ. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. ആമേൻ. വായിച്ചോ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയുകയായി ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. 35 വായിച്ചേ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധി ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയാകുന്ന ആ നിത്യദൈവം ഇവിടെ ഇതാ ദൈവപുത്രനായി നിത്യദൈവമായി യേശു ക്രിസ്തുവായിട്ട് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ആ യേശു ക്രിസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് യെശയ്യാ പ്രവചനം 40 അധ്യായം അതിൻ്റെ 30 വാക്യം വായിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്. ഓ ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിനെ അപ്പോൾ കാത്തിരിക്കണം. നമ്മൾ കാത്തിരുന്നില്ല അല്ലെങ്കിൽ അഥവാ നമുക്ക് യേശു ക്രിസ്തുവിനെ ഉള്ള കാത്തിരിപ്പിൽ ക്ഷീണം പറ്റിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളവനെ കാത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ക്ഷീണം പറ്റുകയാണെങ്കിൽ ഒന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. 17-18 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട എടുത്തു. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നിർത്തണേ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് ന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. അവർ എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. തൊട്ടടുത്ത വാക്യം അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു സബ്ജക്റ്റ് അവിടെ പറയുന്നത്. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഈ 2 വാക്യങ്ങളുടെ മധ്യത്തിൽ നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ ലൂക്കോസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ആമേൻ, പുതിയ നിയമത്തിലെ യഹൂദനല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് ലൂക്കോസ്. പുതിയ നിയമ എഴുത്തുകാരന്മാരിൽ യഹൂദനല്ലാത്ത ഒരു ജാതീയനായ ഒരു എഴുത്തുകാരനാണ് ലൂക്കോസ്. ലൂക്കോസ് ഒരു വൈദ്യനാണ്, ഒരു ചരിത്രകാരനുമാണ്. അപ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ലൂക്കോസ് 1 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാവും. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും ആമേൻ വചനത്തിന്റെ ശുശ്രൂഷന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം, പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്ന നന്ന് എന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ലൂക്കോസിന് തോന്നുകയാണ് ഇതിനെക്കുറിച്ച് ഇനി മറ്റൊരു എഴുത്തുകാർ അല്ലെങ്കിൽ ഇതിനെ ദുരുപദേശ രീതിയിൽ എഴുതാതെ ഇരിക്കേണ്ടതിന് ക്രമമായിട്ട് ആദ്യം മുതൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് ലൂക്കോസ് അതിനെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം എഴുതുകയാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതേണ്ടത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ, പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ല, ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു സന്ദർഭമാണ് നമ്മളിവിടെ വായിച്ച 9 അധ്യായത്തിൽ വായിച്ചത്. ആമേൻ. ഒരു അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9 അധ്യായം അതിൻ്റെ 17 വാക്യം. അപ്പോൾ നമുക്കറിയാം ആ അത്ഭുതം എന്താണെന്ന്. ആമേൻ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു ചരിത്രമാണ് അവിടെ പറയുന്നത്. അതിനുശേഷമാണ് യേശു ക്രിസ്തു, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ ശിഷ്യന്മാർ അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 5-6 വാക്യങ്ങൾ. ആ അപ്പം നിറച്ചെടുത്തതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചതെന്നൊന്ന് നമുക്കൊന്ന് വായിക്കാം. വലിയൊരു പുരുഷാരൻ തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചു. യേശു ഈ സന്ദർഭം അവിടെ സംഭവിക്കുകയാണ്. ഈ അത്ഭുതം സംഭവിക്കുന്ന തൊട്ട് മുമ്പുള്ള കാര്യമാണ് നമ്മളവിടെ വായിച്ചത്. ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, നമ്മുടെ അടുക്കൽ കൂടിയിരിക്കുന്ന ഈ വലിയ പുരുഷാരത്തിന് തിന്മാൻ നമ്മൾ എന്ത് കൊടുക്കും എന്ന് പറയുമ്പോൾ അവിടെ ഫിലിപ്പോസ് പറയുകയാണ്, നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിച്ചാൽ പോലും തികയത്തില്ല.
എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ വേറൊരു സംഭവം അവിടെ നടക്കുന്നത്, ഇത് കേട്ട ശിഷ്യന്മാരിൽ ഒരുവനായ അന്ത്രയോസ് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഇവിടെ യേശു സത്യത്തിൽ എന്താണ് അവിടെ പറയുന്നുണ്ട്, അത് അവരെ പരീക്ഷിച്ചുകൊണ്ട് യേശു ചോദിച്ചത്. ഓൾറെഡി യേശുവിന് അറിയാം അവിടെ എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു യേശുവിന് അറിയാം. ആമേൻ. എങ്കിലും ശിഷ്യന്മാരെ പരീക്ഷിക്കേണ്ടതിന് അവരോട് ചോദിച്ചു. ഈ പരീക്ഷിക്കാൻ വേണ്ടി യേശു അവരോട് ചോദിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യേശു എന്താണ് അവരിൽ നിന്ന് ആഗ്രഹിച്ച മറുപടി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും യേശു ഈ ശിഷ്യന്മാരിൽ നിന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്തായിരിക്കും ആഗ്രഹിച്ചത്? ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, യേശു ആഗ്രഹിച്ചത്, അല്ലയോ ഗുരുനാഥ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം ഞങ്ങൾ എന്തിനാ പേടിക്കുന്നേ? അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈ ഒരു മറുപടി ആയിരിക്കാം യേശു അവരിൽ നിന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, 200 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തികയത്തില്ലെന്നൊരു മറുപടി. മറ്റൊരു മറുപടി, ഇവിടെ ഒരു പയ്യൻ്റെ കയ്യിൽ അവർ ഭൗതിക കാര്യം അന്വേഷിച്ചു പോയി. ഇവിടെ യേശു ആഗ്രഹിച്ചത് വിശ്വാസത്തോടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. നാഥ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾക്ക് അത് മതി. ഇവിടെ 5000 അല്ല, 20,000 പേര് വന്നാലും 25,000 പേര് വന്നാലും അവർക്ക് ആവശ്യത്തിലേറെ കൊടുക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു മറുപടിയാണ് ഈ ശിഷ്യന്മാരിൽ നിന്നും യേശു ക്രിസ്തു പ്രതീക്ഷിച്ചത്. പക്ഷേ അത് അവർക്ക് അവിടെ യേശുവിന് ലഭിച്ചില്ല. ഒരു കാരണം, ആമേൻ, ഹല്ലേലൂയ, ഭൗതികമായിട്ടുള്ളൊരു ഒരു ചിന്തയാണ് യേശുവിന് അവിടെ ലഭിച്ചത്. നമ്മൾ ഹല്ലേലൂയ ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1-ന്റെ 6ഉം 7ഉം. ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ആമേൻ. അപ്പോൾ ഇവിടെ ഈ നാനാ പരീക്ഷകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് സ്വർഗം അറിയേണ്ടതിനും സ്വർഗം ഓർത്ത് സന്തോഷിക്കേണ്ടതിനും എൻ്റെ പൈതലിനെ എൻ്റെ മകനെ, എൻ്റെ മകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുവെന്ന് സ്വർഗം സാക്ഷി പറയേണ്ടതിനുമാണ് ചില നാനാ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ആ പരീക്ഷ കടന്നു വന്നപ്പോൾ ആ ശിഷ്യന്മാർ ഭൗതികമായ വിഷയങ്ങളിൽ കുറിച്ച് ചിന്തിച്ചു. നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഭൗതികമായിട്ടുള്ള ചിന്തകളിലേക്ക് കടന്നു പോകും. യേശുവിൽ നിന്നുള്ള വിശ്വാസത്തെ മാറ്റിക്കളഞ്ഞിട്ട്, ആമേൻ, ഈ പരീക്ഷ എനിക്ക് തന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള ചിന്തയൊക്കെ കടന്നു വന്നിട്ട് ദൈവത്തെ വിട്ടുപോകുന്ന അനേകരുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നാനാ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് സ്വർഗം അറിയേണ്ടതിനും അതറിഞ്ഞ് സ്വർഗം സന്തോഷിക്കേണ്ടതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ അങ്ങനെ ഈ ശിഷ്യന്മാർ ഈ ഭൗതിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തു. പക്ഷേ ആ കൂടി വന്ന ജനം എന്താ പറഞ്ഞതെന്നറിയോ? ഈ നന്മ, ഈ അനുഗ്രഹം കിട്ടിയ ആ കൂടി വന്ന ജനം പറഞ്ഞ എന്താണെന്ന് ആ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 6:14 ഒന്ന് വായിക്കാം. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. ആ നന്മ പ്രാപിച്ച ആ ജനം പറയുക, ശിഷ്യന്മാരൊന്നും പറഞ്ഞില്ല കേട്ടോ, ആ ജനം പറയുകയാണ്, ഇവൻ ഒരു പ്രവാചകനാണ്, ഇവൻ ഏലിയ പ്രവാചകനാണ്, അല്ലെങ്കിൽ ഇവൻ യോഹന്നാൻ സ്നാപകന്റെ ആത്മാവോടുകൂടെ വന്നവനാണ് എന്ന് പറഞ്ഞ് യേശുവിനെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, തൊട്ടടുത്ത വാക്യം 15-ാമത്തെ വാക്യത്തിൽ അവൻ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്ന യേശു അറിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് ഈ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർ നോക്കിയപ്പോൾ, ആമേൻ, അവർക്ക് ക്ഷണനേരം കൊണ്ട് ഭക്ഷണം ലഭിച്ചു, ആഹാര സാധനങ്ങൾ ലഭിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു, ഇവനെ രാജാവാക്കിയാൽ ഇവൻ ഈ രാജ്യത്തെ വെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് സമാധാനം നൽകും, ഞങ്ങൾക്ക് ആവശ്യം പോലെ ആഹാരം നൽകും. അതുമാത്രമല്ല, അലക്സാണ്ടറെ പോലെയോ നെപ്പോളിയനെ പോലെ ഒരു രാജാവായിട്ട് ഇവനെ നമുക്ക് സ്വീകരിച്ചാൽ നമുക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് ആ ജനം എന്താ രാജാവാക്കുവാൻ ആഗ്രഹിക്കുക. ഇവിടെയും ആ ശിഷ്യന്മാരുടെ ഒരു മനോഭാവം യേശു ശ്രദ്ധിച്ചു കാണും. കാരണം യേശു ആ 12 ശിഷ്യന്മാരെ നിന്ന് അപ്പോൾ പ്രതീക്ഷിച്ച ഒരു ഉത്തരം എന്തായിരിക്കുമെന്ന് അവിടെ ആ ഭാഗം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്, യേശു അപ്പോഴും ആ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിച്ചത്, ഇപ്പോഴെങ്കിലും ഈ ശിഷ്യന്മാർ ഒന്ന് എഴുന്നേറ്റിട്ട് അവരോട്, അല്ലയോ പ്രിയപ്പെട്ട ജനമേ, പുരുഷാരമേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്?
നിങ്ങൾക്കറിയാമോ, ഈ വന്നിരിക്കുന്നത് ഒരു നെപ്പോളിയനോ അല്ലെങ്കിൽ ഒരു അലക്സാണ്ടറോ അല്ല വന്നിരിക്കുന്നത്, മറിച്ച് ആമേൻ ഹല്ലേലൂയ, ഈ യേശുവിൻ്റെ, എൻ്റെ ഗുരുനാഥൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിലുള്ളതല്ല. എൻ്റെ യേശു ഇവിടെ വന്നിരിക്കുന്നത് ആ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ്, ആ സ്വർഗരാജ്യത്തിലെ സത്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കാനാണ്. ഈ അത്ഭുതങ്ങളൊക്കെ അതിന് തെളിവാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പുരുഷാരമേ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, ഇവൻ മശിഹ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവനെ ഫോളോ ചെയ്യുക എന്നുള്ള ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നൊരു പ്രസംഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉപദേശമായിരിക്കാം യേശു അപ്പോൾ ആഗ്രഹിച്ചത്. എന്നാൽ ആ ശിഷ്യന്മാരോ അതൊന്നും ചെയ്യാതെ ആ പുരുഷാരം പറയുന്നത് കേട്ടിട്ട് നിശ്ചലമായി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ എൻ്റെ യേശുവിൻ്റെ ഹൃദയം വേദനിച്ചു. അതിന് വേദനിച്ചെന്നുള്ളതിൻ്റെ ഉദാഹരണം എന്താ പറയാം, നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്താണെന്നൊന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. അതേ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പടക് കയറി അക്കരെ ബെത്സയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. ഈ രണ്ട് വാക്യങ്ങളിലും കാണുന്നൊരു കാര്യമുണ്ട്. യേശു നോക്കണേ, തൊട്ടടുത്ത് അത്ഭുതം നടന്നു, 12 കൊട്ട നിറച്ചെടുത്തു. ഉടനെ ആമേൻ ജനമെല്ലാം യേശുവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചു. യേശുവിനെ പ്രവാചകനെന്ന് പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവുമില്ല. അപ്പോൾ യേശു പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ നിർബന്ധിച്ച് പറയാം, നിങ്ങൾ നിർബന്ധമായും പടക് കയറി അക്കരയ്ക്ക് പോവുക. യേശു എന്നിട്ട് എന്ത് ചെയ്ത്? തൊട്ടടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ യേശു ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ദൈവമേ, എനിക്ക് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഈ ശിഷ്യന്മാർ ഞാൻ പോയതിന് ശേഷം, ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയതിന് ശേഷം 2ാമത്തെ തലമുറയിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 12 ശിഷ്യന്മാരും അവർ അടിപതറാതെ, തളർന്നു പോകാതെ, വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ അവർ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് ഞാൻ അവരെ തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. അതിനുള്ള ബലവും ധൈര്യവും അവർക്ക് കൊടുക്കണമേ, അതിനുള്ള വിശ്വാസം എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കണമേ എന്ന് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വന്ന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അതുമാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ 22:32 ഒന്ന് വായിക്കാമോ? 22:32 ലൂക്കോസ്. നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നോക്കണേ, പത്രോസിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു കർത്താവ്. അപ്പോൾ എൻ്റെ കർത്താവ് പക്ഷഭേദം കാണിക്കുന്ന വ്യക്തിയല്ല. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, എല്ലാ ശിഷ്യന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. കൂടെയുള്ള യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാമെന്നിട്ടും അറിയാം, യേശുവിന് അറിയാം. പക്ഷേ അവനെ അനുഗ്രഹിക്കണമേ, അവനെ ബലപ്പെടുത്തണമേ, അവനെ ശക്തീകരിക്കണമേ, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവനെയും സ്നേഹിക്കണമേ എന്നുള്ള മനോഭാവത്തോടെ അവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി യേശു പ്രാർത്ഥിച്ച രംഗമാണ് നമ്മളിവിടെ വായിച്ചത്. നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ അപേക്ഷിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ളൊരു യേശുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുക. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ യേശു പോയി ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ അത്ഭുതങ്ങളൊക്കെയും കണ്ടിട്ട് എൻ്റെ പ്രിയ ശിഷ്യനും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ശിഷ്യന്മാർ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനവും നടത്താതെ അവർ ഹല്ലേലൂയ, ജനങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, അവരെന്നെ രാജാവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ പ്രവാചകനാണെന്നെങ്കിലും അവർ സാക്ഷ്യം പറയുന്നു. എന്നാൽ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ശിഷ്യന്മാർ നോക്കൂ, ഒരു പ്രതികരണവുമില്ലാതെ എന്നിൽ നിന്ന് പ്രാപിച്ച ആ നന്മയും പ്രാപിച്ചുകൊണ്ട്, നിങ്ങൾ ഓർക്കുക, ആ 12 നിറച്ച് എടുത്ത 12 കൊട്ടയും കൊണ്ട് പടക് കയറി അക്കരയ്ക്ക് പോവുക ശിഷ്യന്മാർ. ആമേൻ. അപ്പോൾ യേശു വേദനയോടെ മറുകരയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവരുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ,
ഇവരുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മൾ ആ യേശുവിൻ്റെ ശിഷ്യരല്ലേ? വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയല്ലേ വിശ്വാസം എന്ന പടകിൽ? ഹല്ലേലൂയ. ഇന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ വിശ്വാസ ജീവിതം ഈ പടകിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? ആമേൻ, ഹല്ലേലൂയ. അത് സ്നേഹത്താൽ ഇടകലർന്ന ഒരു വിശ്വാസമാണോ? സ്നേഹത്താൽ നിറയപ്പെട്ട, സ്നേഹത്താൽ മുദ്രയിട്ടപ്പെട്ട ഒരു വിശ്വാസമാണോ? അങ്ങനെയെങ്കിൽ നാം ക്ഷീണിച്ചു പോകുകയില്ല. ആമേൻ, നാം അനുദിനം ശക്തി പുതുക്കിക്കൊണ്ടേയിരിക്കും, അനുദിനം ശക്തി പുതുക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഹല്ലേലൂയ, ആമേൻ. ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇതിനെല്ലാം പ്രധാന കാരണം ശിഷ്യന്മാരുടെ ഉള്ളിലെ ഭയമായിരുന്നു. താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മത്തായിയുടെ സുവിശേഷം, ആമേൻ, 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 24 മുതൽ ഒന്ന് വായിക്കാമോ? പടകു കരവിട്ട് പല നാഴിക ദൂരത്തായി. ആമേൻ. കാറ്റ് പ്രതികൂലമാകൊണ്ട് ആമേൻ. തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ആമേൻ. ഒന്ന് നിർത്തണമേ. ഇതിന് ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ കടലിൽ വലിയ തിരമാലകളുണ്ടായി. ശിഷ്യന്മാർ, യേശു അപ്പോൾ കൂടെയില്ല, പക്ഷേ യേശു നടത്തിയ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കൂടെയുണ്ട്. അതായത് ആ 12 നിറച്ച് കൊട്ട അപ്പം ആ പടകിലുണ്ട്. യേശു വലിയൊരു അത്ഭുതം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ, ഈ അത്ഭുതം ചെയ്ത ഗുരുനാഥൻ എന്നെ കാത്തു പരിപാലിക്കുമെന്നുള്ളൊരു വിശ്വാസം ശിഷ്യന്മാർക്ക് ഓൾറെഡി ഉണ്ടാകേണ്ടത് അവിടെ. പക്ഷെ അതുണ്ടായില്ല. മറിച്ച് അവരുടെ ഉള്ളിൽ ഭയമുണ്ടായപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ നിലവിളിക്കുവാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ശിഷ്യന്മാർക്ക് അപകടമുണ്ടാകുന്ന കാര്യം യേശു അവിടെ കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മലയിൽ യേശു കണ്ടു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ യേശു അവർക്ക് അപ്പോൾ പോകാവുന്ന ഏറ്റവും ഗലീല കടലിനെ കുറിച്ച് പഠിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ബൈബിളിൻ്റെ ലാസ്റ്റ് പേജിൽ ഒന്ന് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഗലീലയെക്കുറിച്ചുള്ളൊരു ചിത്രം, മനോഹരമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് ആ ചിത്രം. അത് മുകളിൽ നിന്നും ഗലീല ഫസ്റ്റ് മഞ്ഞുരുകി ഗലീല കടലിൽ വരും. അതിനുശേഷം അവിടെ നിന്ന് അതൊഴുകി ഉപ്പുകടൽ, ചാവുകടലിലേക്ക് വന്ന് അവസാനിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതുമാത്രമല്ല, ഈ ഗലീല കടൽ ഏകദേശം 21 കിലോമീറ്റർ ദൂരമുള്ള ഒരു വലിയ തടാകമാണ്. അതുകൊണ്ടാണ് അതിനെ കടൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കടലിലൂടെ ഇവർ യാത്ര ചെയ്യുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഈ വലിയ തിരമാലകൾ വന്നപ്പോൾ, വലിയ കാറ്റടിച്ചപ്പോൾ ഇവർ ഭയന്നു എന്ന ഇതിൽ 14 മത്തായി 14:24 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അവർ ഭയന്നു. ദൈവ പൈതലെ, വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ യാത്ര ചെയ്യുമ്പോൾ ആമേൻ, പ്രതികൂലങ്ങളും കാറ്റുകളും പരീക്ഷകളും കടന്നു വരും. നാം ഭയപ്പെടരുത്. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാൻ ആ ഒരു സന്ദേശമേ ഉള്ളൂ. ആമേൻ. പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വിശ്വാസികളാണെന്നും പറഞ്ഞ് നമുക്ക് പരീക്ഷകൾ വരാതിരിക്കത്തില്ല, പ്രതിസന്ധികൾ കടന്നു വരും. പക്ഷേ ഭയപ്പെടരുത്. കാരണം ഭയപ്പെട്ടാൽ നിൻ്റെ വിശ്വാസത്തിൽ നീ ക്ഷീണിക്കും. ഭയപ്പെട്ടാൽ നിൻ്റെ വിശ്വാസം നിനക്ക് പ്രതികൂലമായി ബാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആകയാൽ ഭയപ്പെടാതെ, ആമേൻ, ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആ ബോട്ടിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരെ പോലെയല്ല. നേരെ മറിച്ച് അവൻ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ സാക്ഷ്യപത്രം, ആമേൻ, അവിടെ ആ വചനം, ആമേൻ, അപ്പം ആ പെട്ടകത്തിലുള്ളതുപോലെ ഇന്ന് വചനമാകുന്ന, ആമേൻ, ഹല്ലേലൂയ, അപ്പമാകുന്ന വചനം തിരുവെഴുത്തായി നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ആകയാൽ ഈ വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കാമോ? അതിൻ്റെ 14:30 മുതലൊന്ന് വായിക്കാമോ? വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. അവിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ദൈവപൈതലേ, ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. അവിശ്വാസം അവിടെ വന്നത് ഭയം മുഖാന്തരമാണ്. വായിച്ചോ താഴോട്ട്. ഉടനെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. വായിച്ചു താഴോട്ട് വായിച്ചു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നിർത്തണേ. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. ഈ ശിഷ്യന്മാരുടെ ഭയം അതോടെ പോയി. ആമേൻ. യേശു അവർ പടകിൽ കയറിയപ്പോൾ ഇതുവരെയും ഇനി യേശു കൂടെ ഉണ്ട്. ആമേൻ. അവരുടെ ഭയം പൂർണ്ണമായി മാറി. അതുമാത്രമല്ല, അവർക്കൊരു സത്യം അവിടെ വെച്ച് ബോധ്യമായി. അതെന്താ?
ആ സത്യം എന്ന് പറയുന്നത് ഇവൻ ദൈവപുത്രനാകുന്നു എന്നുള്ള ആ സത്യം ഇതുവരെ അവരുടെ ഉള്ളിലെ ആ ഭയമെല്ലാം മാറി അവരുടെ വിശ്വാസത്തിൽ അവർ ഉറയ്ക്കുവാൻ കാരണമായി. അവർ ഹല്ലേലൂയ, അവർ പറഞ്ഞു ഇവൻ ദൈവപുത്രൻ. ഇനി നമ്മൾ ആദ്യം വായിച്ച ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുനരുദ്ധാന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങളെ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ആമേൻ, ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചവല്ലോ, അവർ ആ 14 പറയുന്ന പോലെ അവിടെ വെച്ച് അവർക്ക് കാര്യം പിടികിട്ടി. അവരുടെ ഭയം മാറി. ഇവൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ ഒരു ചോദ്യം വന്നു, ഞാൻ ആരാണെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സത്യം ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഹല്ലേലൂയ. നാം ശക്തി പ്രാപിക്കണമെങ്കിൽ ആമേൻ, ഈ പുതിയ നിയമസഭയിലെ മണവാട്ടികളാകുന്ന നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ഭയത്തെ മാറ്റിവെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ ഉറയ്ക്കണം. ആമേൻ, തികഞ്ഞ സ്നേഹം ഭയത്തെ ആമേൻ പുറത്താക്കുന്നു, ഇല്ലാതാക്കുന്നു, നശിപ്പിച്ചു കളയുന്നു. ആമേൻ. അപ്പോൾ ഈ സ്നേഹവും ആ ഭയം ഇല്ലാത്ത അവസ്ഥയും വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. റോമാലേഖനം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ആമേൻ, ഒന്നിനും ആമേൻ പൗലോസിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർതിരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവന് അടിയുറച്ച സ്നേഹം യേശുവിലുണ്ടായിരുന്നു. ഈ നാളുകളിൽ പുതിയ നിയമസഭയാവുന്ന മണവാട്ടിയെ ഹല്ലേലൂയ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി എരിവോടെ ആമേൻ വിശുദ്ധിയോടെ വേർപാടോടെ വിശ്വാസത്തോടെ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ജീവിക്കാമോ? ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്ന് ജീവിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശലോമോനെ പോലെ അല്ല. ശലോമോൻ്റെ ജീവിതത്തെ ഒന്ന് പഠിച്ചാൽ 3 ഭാഗങ്ങളായിട്ട് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, അവൻ്റെ യൗവനകാലത്ത് അവന് സ്നേഹമുള്ളപ്പോൾ അവൻ ഉത്തമഗീതം എഴുതി. കുറച്ചുകൂടെ നായ ഒരു പക്വത ഒരു മധ്യവയസ്സായപ്പോൾ അവൻ സദൃശ്യവാക്യങ്ങൾ എഴുതി. അതിലവൻ പറഞ്ഞു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അതിന് സ്നേഹമുള്ളപ്പോൾ ഉത്തമഗീതം എഴുതിയിട്ട് പറഞ്ഞു, ആമേൻ, അവൻ സഭയാവുന്ന മണവാട്ടിയെ ചേർക്കുവാൻ മണവാളൻ കടന്നു വരുന്നുള്ള ആശയമാണ് ഉത്തമഗീതം നമുക്ക് നൽകുന്നത്. അതിനുശേഷം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഒടുവിൽ അവൻ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. അവൻ ഈ ലോകപ്രകാരം ജീവിച്ചിട്ട് അവൻ സഭാപ്രസംഗി എഴുതിയപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സകലതും മായ. അവൻ സ്നേഹം നഷ്ടപ്പെട്ടാൽ, ആ യേശുവിലുള്ള ഭയം നഷ്ടപ്പെട്ടാൽ എല്ലാം മായ, സകലതും മായ. ഞാൻ ജനിച്ച ദിവസത്തെ പോലും അവൻ ശപിച്ചു. ആമേൻ. ഒടുവിൽ ആമേൻ ഒരു നിരീശ്വരവാദിയെ പോലെ അവൻ മരിച്ചു. പക്ഷേ അതിന് തൊട്ട് മുൻപ് ഈ സദൃശ്യവാക്യം സഭാപ്രസംഗി 12-ന്റെ 1-ാം വാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സദൃശ്യവാക്യം 12-ന്റെ 1-ാം വാക്യത്തിൽ താൻ തൻ്റെ ജീവിതമെല്ലാം നഷ്ടപ്പെട്ട് ഒരു നിരീശ്വരവാദി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശലോമോൻ വിളിച്ചു പറയുക, എല്ലാ യൗവനക്കാരെന്ന് വെച്ചാൽ എന്താ? അടുത്ത തലമുറ അല്ലേ? യൗവനക്കാർ സൂചിപ്പിക്കുന്ന അടുത്ത തലമുറയാണ്. അപ്പോൾ അടുത്ത തലമുറയോട്
ആ വ്യക്തി വിളിച്ചു പറയുകയാണ്, നിൻ്റെ യൗവന കാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഒന്ന് ഓർത്തുകൊള്ളണം. കാരണം ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ ദാവീദിന് ശേഷം ഈ ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്തവനാ ശലോമോൻ. ദാവീദ് പണിയാൻ നേരം ദൈവം പറഞ്ഞു, നീ പണിയണ്ട, നിൻ്റെ മകൻ പണിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവനൊരു നിരീശ്വരവാദിയായി മാറി. അവൻ ലോകപ്രകാരം അവൻ്റെ ഒരുപാട് ഭാര്യമാർ സമ്പാദിച്ചു, അവരുടെ വാക്കുപ്രകാരം വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോയിട്ട്, പക്ഷെ ഒടുവിൽ അവനൊരു അല്പം ബുദ്ധി വന്നപ്പോൾ അവൻ പറയുകയാണ്, യവനെ പുതിയ തലമുറയോട് വിളിച്ച് പറയുകയാണ്, നിൻ്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളണം, വഴിതെറ്റിപ്പോകരുത്, നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കണം, ദൈവത്തെ നീ ഭയപ്പെടണമെന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ വചനം ഞാനിവിടെ നിർത്തുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സഭയോട് വിളിച്ചു പറയാനുള്ളത്, പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അനവധി പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ഇൻ്റർനെറ്റിൻ്റെ പുതിയ ലോകങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാം. പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഇവയൊന്നും നമ്മളെ പിടിച്ച് മാറ്റിക്കളയാതെ ആ സ്നേഹത്തിലൊന്ന് അടിയുറയ്ക്കുവാൻ, ഈ വചനത്തിലൊന്ന് അടിയുറയ്ക്കുവാൻ, ഈ വചനമൊന്ന് മാറോട് പിടിച്ച് എനിക്കിത് മതി എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ആദ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. 1 പത്രോസ് 1:7 വാക്യം ഒന്ന് വായിച്ചാണ്. 1 പത്രോസ് 1:7. എടുത്ത വാക്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും പരിശോധന വിലയേറിയത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ വിശ്വാസത്തിൻ്റെ പരിശോധന